സീറ്റിൽ കിടന്നുകൊണ്ട് വാഹനം ഓടിക്കുന്നു. അതും മദ്യപിച്ച് ബോധമില്ലാതെയാണ് ഇത് ഇങ്ങനെ പോകുന്നത്. വരുന്ന വാഹനങ്ങളൊക്കെ തട്ടാൻ ഇങ്ങനെ അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നു. ഒരു ഓട്ടോറിക്ഷ തട്ടി അത്ഭുതകരമായി അവർ രക്ഷപ്പെട്ടു. ഒരു സ്ത്രീയെ, വനിതാ ഓട്ടോ ഡ്രൈവറെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിലൊക്കെ കേട്ട ഇത്രയും മാത്രമല്ല അത്ഭുതം തോന്നുന്നത്, ഇതിൽ ഈ ഓടിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ ഡാൻസ് ഓഫ്, അതായത് ലഹരി വിരുദ്ധ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന, അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന അംഗങ്ങൾ, ഇവരാണ് ഇത് ചെയ്തത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ UDF സർക്കാരിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ. ആ ഓപ്പറേഷൻ തൂഫാനിന്റെ ഭാഗമായി ലഹരി പിടിക്കാൻ പോകുന്ന ടീമാണിത്. അവരാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പോലീസ് സേനയ്ക്ക് മാത്രമല്ല, കേരള പോലീസ് സേനയ്ക്ക് മാത്രമല്ല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പോലും വളരെയേറെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ. ഈ വാഹനം ഓടിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ? അല്ല, എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിന് എന്ത് ഉത്തരം നൽകുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവരെ സസ്പെൻഡ് മാത്രം ചെയ്താൽ മതിയോ എന്ന് ഒരാശങ്ക. കാരണം നിയമം പാലിക്കേണ്ടവർ തന്നെ, അല്ലെങ്കിൽ സമൂഹത്തിന് മാതൃകയാകേണ്ടവർ തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട്. ചെറിയ ചെറിയ കാര്യം, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, വളരെ ചെറിയ കാര്യങ്ങൾ പോലും പോലീസ് സേനയിൽ നടക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ, പക്ഷെ നമ്മളത് ചെറുതെന്ന് നമ്മൾ നോക്കിക്കാണുന്നതാണ്. എന്നാൽ ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ കോളിലൂടെ വിളിച്ച് അവരെ അഭിനന്ദിക്കുന്ന ഒരു രീതി, താങ്കൾ ചെയ്തത് ശരിയാണ്. ഞാൻ ഒരുപാട് വീഡിയോകൾ കാണും, ഒരു 3-4 വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പല വിഷയങ്ങളിൽ പലരെയും രമേശ് ചെന്നിത്തല വിളിച്ചിട്ട് വളരെ പോസിറ്റീവായി സംസാരിക്കുന്നു. താങ്കളുടെ ആ നിലപാട് ശരിയാണ്. സ്ത്രീകൾക്ക് നമ്മൾ ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുമ്പോൾ പോലും ജനമൈത്രി പോലീസ് അല്ല, കുലമൈത്രി പോലീസ് അല്ലെങ്കിൽ കൊലമൈത്രി പോലീസ് ആണെന്ന് കഴിഞ്ഞ 10 വർഷം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ പോലീസ് സ്റ്റേഷനിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അത്തരം കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളിൽ പോലും വ്യക്തമായി ഇടപെടൽ നടത്തുന്ന ഒരു ആഭ്യന്തര മന്ത്രിയാണ് കേരളത്തിൻ്റെതെന്ന് UDF വാദിക്കുമ്പോൾ, UDF എന്നല്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിൽ വലിയ വിശ്വാസമുണ്ട്. അതിന്റെ പ്രധാന കാരണമായി പറയേണ്ടത് ഓപ്പറേഷൻ തൂഫാനാണ്. ലഹരിയുടെ ഹബ്ബായി മാറിയ കേരളത്തെ എങ്ങനെയും, പെരുമ്പാവൂരടക്കം, അല്ലെങ്കിൽ ഇതിനു മുൻപൊക്കെ പലപ്പോഴും ലഹരിക്കെതിരെ പെരുമ്പാവൂരൊന്നും ആരും തൊടാതിരുന്ന ഇടങ്ങളിൽ പോലും കേരള പോലീസ് കയറുകയും ശക്തമായ രീതിയിൽ തൂഫാന്റെ പേരിൽ ശക്തമായ രീതിയിൽ, അത് സ്ത്രീകളടക്കം, സാധാരണ സ്ത്രീകളെ ഒന്നും അത്രത്തോളം പരിശോധിക്കാറില്ല, സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പരിശോധിക്കുന്നു. സ്കൂളുകളിലും മറ്റും ക്യാമ്പയിൻ നടത്തുന്നു. പല സ്ഥലങ്ങളിൽ, എത്താകുന്ന എല്ലാ സ്ഥലങ്ങളിലും ആഭ്യന്തര വകുപ്പ് മന്ത്രി പോയി സംസാരിക്കുന്നു, മാതൃകയാകുന്നു. എല്ലാ രീതിയിലും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി, അല്ലെങ്കിൽ ഏറ്റവും, ഞാൻ പറയുന്ന, നല്ല പാലങ്ങൾ വേണം, റോഡുകൾ വേണം, വികസനം വേണം. ഈ വികസനത്തിനും ഒക്കെ അപ്പുറത്തേക്ക് കേരളത്തിന് ആവശ്യം ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള കാര്യങ്ങളായിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ലഹരി വളരെയേറെ വ്യാപിക്കുന്നുണ്ടെന്നുള്ളത്, ലഹരി വിൽപ്പനയും ഉപയോഗവും വളരെയേറെ വ്യാപിക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിൽ മൊത്തം എല്ലാ വീട്ടുകാർക്കും ഉൾപ്പെടെ അറിയുന്ന സംഭവമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വരികയും രമേശ് ചെന്നിത്തല ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രഖ്യാപിച്ചപ്പോഴും ജനങ്ങൾക്കൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മാസത്തിനകം നിരവധി പേരെ റെയ്ഡ് ചെയ്ത് പിടിച്ചു, നിരവധി ലഹരി വസ്തുക്കൾ പിടിച്ചു, ഇതൊക്കെ നശിപ്പിച്ചു. അത് കൂടാതെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി. ഇതിന്റെ കൂടെ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ എല്ലാ പോലീസുകാരും, അതാണ് എടുത്തു പറയേണ്ടത്, പോലീസുകാരും എക്സൈസ് ആണെങ്കിലും ഇതിനെ വേണ്ട വിധത്തിൽ, ഇതിനു വേണ്ടി ഞങ്ങളും കൂടെ ഒപ്പം ഉണ്ട്. ഓപ്പറേഷൻ തൂഫാൻ വാരിയർ ആയിട്ട് ജനങ്ങൾ ഇതിനകത്ത് അണിചേരുന്നു, പലരും അണിചേരുന്നു, ക്യാമ്പയിനുകൾ നടക്കുന്നു, എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കൂടെ അതിന്റെ ഭാഗത്താണ് ഇപ്പുറത്ത് ഇങ്ങനത്തെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവം. ഇത് കേരളത്തിൽ പോലീസിൽ എല്ലാവർക്കും ഒന്നടങ്കമാണ് പറയാം, പോലീസുകാർ ഇങ്ങനെയുള്ളവരാണ് പിടിക്കാൻ പോണത് എന്നുള്ള ഒരു പേരിലേക്കാണ് മാറുന്നത്. അതുകൊണ്ട് വളരെയേറെ നാണക്കെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ, രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, ക്യാരവാൻ അടക്കമുള്ള ചലച്ചിത്ര മേഖലയിലെ ക്യാരവാൻ അടക്കമുള്ളത് ഞങ്ങൾ പരിശോധിക്കും, പോലീസ് പരിശോധിക്കും. അവിടെ അങ്ങനെ ചലച്ചിത്ര മേഖലയൊന്നും രാഷ്ട്രീയമൊന്നും അങ്ങനെ ഒന്നും നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി മറുവശത്ത് ഒരു ചോദ്യം വരാനുള്ള സാധ്യത, ഇത്തരം പോലീസുകാർ തന്നെയല്ലേ പരിശോധിക്കാൻ ഇറങ്ങുന്നത്? പോലീസിലുള്ള ഒരു വിശ്വാസം പൂർണ്ണമായി ഇല്ലാതാകുമെന്നോ എല്ലാ പോലീസുകാരും അങ്ങനെയാണ് എന്നല്ല,
പക്ഷെ ഇത്രയും നന്നായി പോകുമ്പോൾ കേരള പോലീസിലെ ഒരാൾ ചെയ്യുന്ന തെറ്റിന് പഴി കേൾക്കേണ്ടി വരുന്നത് ആഭ്യന്തര വകുപ്പും അതിന് താഴെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന പോലീസുകാരുമാണ് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കണം. ഇത്തരം കാര്യങ്ങൾ നമുക്കറിയാം, കെ സുധാകരൻ ഒരു യോഗം വിളിച്ചത്, ഗുണ്ടകളുടെ യോഗം വിളിച്ചപ്പോൾ പോലും അത് തന്നെ വലിയ തിരിച്ചടി. അത് പക്ഷെ നമ്മൾ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ആരോപണങ്ങൾ പാർട്ടിയെ പോലും അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലും വെട്ടിലാക്കുന്ന രീതിയിൽ വന്നു. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ തണുത്തത് എങ്ങനെയാണ്? പോലീസ് മേധാവിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പറഞ്ഞത് പോലീസുകാർ വിളിക്കും തൂഫാനുമായിട്ടുള്ള ബന്ധപ്പെട്ട യോഗങ്ങൾ എന്ന് പറയുമ്പോൾ അത്രയും വിശ്വാസം പോലീസുകാരിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷെ കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത വെച്ചിട്ട് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല കേരളത്തിലെ എല്ലാ പോലീസുകാരെയും എന്ന ഒരു രീതിയിലേക്ക്. കുട്ടികൾക്ക് ഒരു വശത്ത് ക്യാമ്പുകളും അവയർനെസ്സും കൊടുക്കുമ്പോൾ അവർ തന്നെ കാണുന്നത് മറുവശത്ത് ഇത്തരം മദ്യലഹരിയിൽ വാഹനം ഓട്ടിക്കുന്ന, നിയമങ്ങൾ ലംഘിക്കുന്ന പോലീസുകാരെ ആണെങ്കിൽ അവർ ചോദ്യം ചോദിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പോലും വ്യക്തമായ ഒരു ഉത്തരമില്ല. മറുവശത്ത് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു, പല രാഷ്ട്രീയക്കാരും പറഞ്ഞു, പല MLA മാരും പറഞ്ഞു, ലഹരിയുമായി നിങ്ങളെ പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കൾ പറഞ്ഞു, ലഹരിയുമായി നിങ്ങളെ പിടിക്കുകയാണെങ്കിൽ ജാമ്യം എടുക്കാൻ ഞങ്ങളെ വിളിക്കരുത്, അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയം നോക്കരുത്, ഓപ്പറേഷൻ തൂഫാനുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, അവിടെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ അകത്ത് കിടക്കുക തന്നെ ചെയ്യുമെന്ന് രാഷ്ട്രീയക്കാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പറയുമ്പോൾ മറുവശത്താണ് പോലീസുകാർ, നിയമം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യേണ്ട, ഏറ്റവും നന്നായി അറിയാവുന്ന പോലീസുകാർ ചെയ്യുന്നത്. പോലീസ് സേനയ്ക്ക് തന്നെ ഒരു നാണക്കേടാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത്രയും വളരെ ഒരു ശ്രദ്ധ ആകർഷിച്ച ഒരു ഓപ്പറേഷൻ തൂഫാൻ, അപ്പൊ ആ തൂഫാനിനെ മറ്റു സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു, കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു, അമിത്ഷാ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇതൊക്കെ കൂടി കേന്ദ്രത്തിന്റെ ഭാഗമാക്കാൻ പറ്റുന്നു. അതായത് രാജ്യത്തുടനീളം ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായി. അതൊക്കെ അഭിമാനപൂർവ്വം നമ്മൾ കേരളം കേട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സസ്പെൻഷൻ കൊണ്ട് മാത്രം ഇത് ഒതുങ്ങുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. ഇവരെ സത്യത്തില് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. ഇവർക്ക് എന്താ വെച്ചാൽ ഇപ്പൊ വീട്ടിലിരുന്നുകൊണ്ട് മദ്യപിക്കാന്നുള്ളൊരു അവസ്ഥയായി, ശമ്പളവും കിട്ടും, വേറെ കുഴപ്പമൊന്നും വരില്ല. അല്ല, തൂഫാൻ നന്നായി മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ പോലും വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു ജനപിന്തുണ. ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം, കാര്യം അദ്ദേഹം അത്രത്തോളം റിസർച്ച് നടത്തിയാണ് ഓപ്പറേഷൻ തൂഫാനുമായി പോകുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല സർക്കാരോ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ള MLA-മാർ പോലും ഓപ്പറേഷൻ തൂഫാൻ ഇത്രയും വലിയ വിജയമാകുമെന്ന് കരുതുന്നു. പക്ഷെ അവിടെയും വലിയ തോതിലുള്ള നെഗറ്റീവുകളൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ സമയത്താണ് നാക്കുപിഴയിലെ സ്വിഗ്ഗി സൊമാറ്റോ എന്ന കാര്യങ്ങൾ പിന്നീട് വന്ന ഏറ്റവും വലിയ, അല്ലെങ്കിൽ പിന്നീട് അത് കുറച്ച് ഗുരുതരമായിരുന്നു, അണലിയെ കൊണ്ട് കടുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, പക്ഷെ അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാകുകയും ചെയ്തു. പക്ഷെ അത്തരം നാക്കുപിഴയും അറിവ് എവിടുന്ന ആരെങ്കിലും ഉപദേശിച്ച പ്രകാരമായിരിക്കും പുള്ളി പറഞ്ഞിട്ടുണ്ടാവുക. യഥാർത്ഥ വസ്തുത അറിഞ്ഞപ്പോ പുള്ളി അത് തിരുത്തുകയും ചെയ്തു. പക്ഷെ അത്തരം നാക്കുപിഴവുകൾ പോലെ അല്ല കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം തെറ്റ് വരുമ്പോൾ അത് എന്ത് പറഞ്ഞാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഇനി ന്യായീകരിക്കാൻ പറ്റുക? ഈ വിഷയത്തിൽ ന്യായീകരിക്കാനൊന്നുമില്ല. സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അതുപോലും ഒരു വ്യക്തമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ലഹരി കേസിൽ പിടിച്ചാൽ ജാമ്യം എടുക്കാൻ പോലും രാഷ്ട്രീയക്കാർ വരില്ല എന്ന ഉറച്ച നിലപാട് പല രാഷ്ട്രീയ നേതാക്കളും എടുക്കുമ്പോൾ, മറുവശത്ത് കേരള പോലീസിൽ അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളുകളെ സസ്പെൻഡ് ചെയ്താൽ മതിയോ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ചിന്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വെറും ഒരു സസ്പെൻഷനിൽ ഒതുക്കി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം ഇനി മറ്റുള്ളവർക്ക് ചെയ്താലും അത്രക്ക് ഇത്രേ ഉണ്ടാകൂ എന്നൊരു തോന്നൽ, അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ശക്തമായി ഇവരെ പിരിച്ചുവിടുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നടപടികൾ വരികയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഭയം ഉണ്ടാകും. പോലീസിന് അല്ലെങ്കിൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞു ഇത് തൂഫാന് പോലും നാണക്കേടുണ്ടാക്കുന്ന നിലപാടാണ് എന്ന്. ഒരു വശത്ത് സഭയിലും പൊതുസമൂഹത്തിന് മുന്നിലും സ്കൂളിലും ഒക്കെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വളരെ സന്തോഷത്തോടു കൂടിയും ജനങ്ങൾ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ, ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹം പോലീസോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ആ വകുപ്പിൽ അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടാണ് സുധാകരന്റെ വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് എടുക്കട്ടെ നിലപാട്, അല്ലെങ്കിൽ പോലീസ് വിളിക്കും മീറ്റിംഗ് എന്ന് പറയുന്നത്. മറുവശത്താണ് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതിനൊരു എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറഞ്ഞ് ഒഴിയാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയില്ല. വ്യക്തമായ മറുപടി പറയേണ്ടി വരും. പോലീസ് സേനയ്ക്കും, പത്തനംതിട്ടയിലാണ് ഈ സംഭവം നടക്കുന്നത്, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതിന് ഒരു ശരിയായ മറുപടി പറയുക തന്നെ വേണം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. എന്തായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ആര് എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ നാണക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്താലും പുള്ളി അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും എന്തായാലും ഇവരെ അങ്ങനെ ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കുമെന്നുള്ള ഇതൊന്നും തോന്നുന്നില്ല. എന്തായാലും ഇത് മറ്റുള്ള പോലീസുകാർക്കും നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്ന, വളരെ ആത്മാർത്ഥമായിട്ട് ഈ ലഹരി റെയ്ഡിനും എല്ലാത്തിനും
മുന്നിട്ടിറങ്ങിയ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. എങ്ങനെയായാലും ഇതിന് ശക്തമായൊരു നടപടി ആഭ്യന്തരമന്ത്രി എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.